എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യ റഷ്യ ബന്ധം ആർക്കും തകർക്കാൻ പറ്റില്ല. എണ്ണ ഇറക്കുമതി ഇന്ത്യ നിർത്തുമെന്ന് വിശ്വസിക്കാൻ ഒരു കാരണവുമില്ലെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എണ്ണ ഇറക്കുമതിയിൽ ഇന്ത്യയുടെ നിലപാടിൽ മാറ്റമൊന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. റഷ്യയുമായുള്ള ഇന്ത്യയുടെ എണ്ണ വ്യാപാരം ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാണ്. അത് അന്താരാഷ്ട്ര ഊർജ്ജ വിപണികളിൽ സുസ്ഥിരത കൈവരിക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെയും അവകാശവാദങ്ങളിൽ പുതുമയൊന്നുമില്ലെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സക്കാറോവോ പറഞ്ഞു. അതേസമയം റഷ്യൻ എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ ഇന്ത്യ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. നേരത്തെ റഷ്യയെ പിന്തള്ളി ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ എണ്ണ വിൽക്കുന്ന രാജ്യമായി സൗദി അറേബ്യ മാറിയിരുന്നു. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുവ ചുമത്തിയ ശേഷമാണ് ഈ മാറ്റം. പ്രതിദിനം 1.13 ദശലക്ഷം ബാരൽ എണ്ണയാണ് സൗദിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത്. ഫെബ്രുവരിയിലെ ആദ്യ 10 ദിവസത്തെ കണക്കാണിത്. ഒരു വർഷത്തിന് ശേഷമാണ് സൗദിയിൽ നിന്ന് പ്രതിദിനം വാങ്ങുന്ന എണ്ണയുടെ അളവ് 10 ലക്ഷം ബാരൽ കടക്കുന്നത്. ഇതേ കാലയളവിൽ റഷ്യയിൽ നിന്ന് പ്രതിദിനം വാങ്ങിയ എണ്ണയുടെ അളവ് 1.09 ദശലക്ഷം ബാരലാണ്. ആഗോള നാവിക വ്യാപാര ഡേറ്റ ശേഖരിക്കുന്ന കെപ്ലർ കമ്പനിയാണ് ഈ കണക്ക് പുറത്തുവിട്ടത്. ജനുവരിയിൽ ഇന്ത്യ പ്രതിദിനം 1.14 ദശലക്ഷം ബാരൽ എണ്ണ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്നു. ഇറാഖിൽ നിന്ന് 1.03 ദശലക്ഷം ബാരലും സൗദിയിൽ നിന്ന് 7,74,000 ബാരൽ എണ്ണയുമാണ് വാങ്ങിയത്. US-മായി വ്യാപാര കരാർ ഒപ്പിട്ടതിനു ശേഷം ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ കാര്യമായ മാറ്റം ഉണ്ടാകുന്നു എന്നതിന്റെ സൂചനയാണ് പുതിയ കണക്ക്. അതേസമയം റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങില്ലെന്ന് ഇന്ത്യ ഉറപ്പ് നൽകിയെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ അവകാശവാദത്തിന് പിന്നാലെ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി ഇന്ത്യ നേരത്തെ രംഗത്തെത്തിയിരുന്നു. രാജ്യത്തിന്റെ തന്ത്രപരമായ സ്വയംഭരണത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ സംസാരിക്കവെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ആവർത്തിച്ചിരുന്നു. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഇന്ത്യ എപ്പോഴും സ്വതന്ത്ര ചിന്താഗതി പുലർത്തും. എണ്ണയുടെ ലഭ്യത, ചെലവ് എന്നിവ വിലയിരുത്തി കമ്പനികളാണ് അതിൽ തീരുമാനമെടുക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യയുടെ ഊർജ്ജ മേഖലയ്ക്ക് മേൽ US പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് റൂബിയോയുടെ പരാമർശം. നേരത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സമാനമായ അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഇന്ത്യ റഷ്യൻ എണ്ണ ഒഴിവാക്കി US-ൽ നിന്ന് കൂടുതൽ വാങ്ങുമെന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. റൂബിയോയ്ക്ക് മറുപടിയായി തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഇന്ത്യ എല്ലായ്പ്പോഴും സ്വതന്ത്ര ചിന്താഗതി പുലർത്തുമെന്ന് ജയശങ്കർ പറഞ്ഞിരുന്നു. ഇന്ത്യ ചരിത്രപരമായി തന്നെ പിന്തുടർന്നു വരുന്ന രീതിയാണിത്. എണ്ണയുടെ ലഭ്യത, ചെലവ്, അപകട സാധ്യത എന്നിവ വിലയിരുത്തി കമ്പനികളാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് രാജ്യങ്ങൾ നിലപാടുകളിൽ മാറ്റം വരുത്താറുണ്ടെങ്കിലും ഇന്ത്യയുടെ അടിസ്ഥാന നിലപാടുകളിൽ മാറ്റം ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇന്ത്യ റഷ്യൻ എണ്ണ ഉപേക്ഷിക്കുമെന്ന വാർത്തകൾ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് തള്ളിയിരുന്നു. US ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇത്തരമൊരു കാര്യം പറയുന്നത്. ഇന്ത്യൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായ പ്രസ്താവനകൾ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. നിലവിൽ ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങളിൽ വലിയൊരു ഭാഗം റഷ്യയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന ആകെ ക്രൂഡ് ഓയിലിന്റെ 35% റഷ്യയിൽ നിന്നായിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.